ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും കുറച്ച് റമദാൻ പ്രിപ്പറേഷനും അതുപോലെ കിച്ചൺ ഓർഗനൈസിങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഇതിപ്പോൾ ഞാൻ വെള്ളിയാഴ്ച സ്കൂൾ വിട്ടിട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് പോരുമ്പോൾ നെസ്റ്റോന്ന് മേടിച്ചതാണ് കേട്ടോ. സാധനങ്ങളൊക്കെ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സുമാണ്. അപ്പോൾ അവിടെ ഈ ഒരു ബ്രില്യറിൻ്റെ സമൂസ ലീഫിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. എപ്പം സ്വീറ്റ്സിൻ്റെ സമൂസ ലീഫാണ് മേടിക്കാറ്, പക്ഷേ ഇതും നല്ല ടേസ്റ്റുള്ള സമൂസയാണ്. അങ്ങനെ ഓഫർ കണ്ടപ്പോൾ അങ്ങനെ 2 എണ്ണം എടുത്തുക്കണം കേട്ടോ. അതങ്ങനെ ഫ്രീസറിൽ വെച്ച് കൊടുത്തുക്കണേ. ഇനിയിപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം എടുത്ത് വെക്കട്ടെ. അങ്ങനെ വെജിറ്റബിൾസിൻ്റെ ഓർഗനൈസിങ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൂട്ട്സാണ്. ഇത് പിന്നെ ഞാൻ നോമ്പിന് കോക്ടെയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. വീട്ടിലുണ്ടാകുമ്പോൾ ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്, എന്നാലും കണ്ടപ്പോൾ അങ്ങനെ കോക്ടെയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചു. അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിക്കണേ. ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സാണ് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളത്. ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇതുപോലുള്ള കണ്ടെയ്നറിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കൽ. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം ഫ്രൂട്ട്സ് ഇതിൽ സ്റ്റോർ ചെയ്യാനും പറ്റും, ഫ്രിഡ്ജ് കാണാനും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ പറ്റുന്ന ഫ്രൂട്ട്സൊക്കെ ഇതിലങ്ങനെ വെക്കുന്നുണ്ട്. ബാക്കി പുറത്ത് വെക്കാൻ പറ്റിയത് അങ്ങനെ പുറത്തും വെക്കും കേട്ടോ ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ. അപ്പോൾ ഇതാ പേരക്കയാണ്. അപ്പോൾ ഞാൻ പേരക്ക കുറച്ച് പഴുക്കാത്തത് പുറത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഫ്രൂട്ട് ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലും വെക്കുന്നുണ്ട്. ഇത് പിന്നെ ചിക്കുവാണ് കേട്ടോ. ചിക്കു കുറച്ച് പഴുത്തതും ഉണ്ട്, പിന്നെ കുറച്ച് പഴുക്കാത്തതും ഉണ്ട്. അപ്പോൾ പഴുത്തത് നമ്മൾ ഡെയിലി എടുത്താൽ തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മൊത്തത്തിൽ അങ്ങനെ ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് റമദാൻക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണല്ലേ നാരങ്ങ. അപ്പോൾ അതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രിഡ്ജിലും വേറെയും വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു കണ്ടെയ്നറിലിട്ടിട്ട് കേട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കവും ഇതുപോലെ നെറ്റ് ബാഗിലാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് സ്ട്രോബെറിയാണ് കേട്ടോ. അത് ഞാൻ നല്ലോണം കുറച്ച് സുറുക്കിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി എടുത്തിട്ട് വന്നതാണ്. അത് ഞാനിതാ ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യണത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. 3 ഒരേ അളവിലുള്ള കണ്ടെയ്നേഴ്സാണ്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് നല്ല ഇഷ്ടമായി. ഇതും അതേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പിന്നെ പോളിപ്രോപ്പിലിൻ പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിങ്ങനെ 3 സൈസിലായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു 6 കണ്ടെയ്നേഴ്സും നല്ല അടിപൊളി കണ്ടെയ്നേഴ്സാണ് കേട്ടോ, നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്ട്രോബെറി ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ ഫ്രീസ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് അങ്ങനെ ഷേക്ക് എന്തെങ്കിലുമൊക്കെ അടിക്കാമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള സ്ട്രോബെറി നല്ല അടിപൊളി സ്ട്രോബെറിയാണ് കേട്ടോ. എപ്പോഴും ഇതുപോലെ കളറിൽ കിട്ടാറില്ല. ഇതിപ്പോൾ നല്ല അടിപൊളി സ്ട്രോബെറി, നല്ല സൈസും ഉണ്ട്, നല്ല കളറും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഞാനിത് 2 കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇപ്പം എടുത്തിട്ട് ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതാ ഇത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇത് കമേരിയുടെ വിപ്പിംഗ് ക്രീമാണ്. നല്ല ടേസ്റ്റുള്ളൊരു വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് എടുത്തിക്കണ്. പിന്നെ ഇതാ ഞാൻ നെക്സ്റ്റ് ഒന്ന് നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് അതുപോലെ പാത്രങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പാത്രം എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്ന് പൊട്ടിപ്പോയ കാരണം ഞാൻ അങ്ങനത്തെ ഒരു പ്ലേറ്റും എടുത്തിക്കണ്. പിന്നെ ഇതാ 3 അതിൻ്റെ തന്നെ ക്വാർട്ടർ പ്ലേറ്റും 3 ബൗൾസുമാണ് കേട്ടോ എടുത്തിക്കണത്. ഇതുപോലെ ഇങ്ങനെ സെറ്റായിട്ട് എടുത്തതാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിന്നർ സെറ്റാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ 4 പ്ലേറ്റ് വേറെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സെറ്റാക്കിയിട്ട് അങ്ങനെ എടുത്തതാണ്. നല്ലൊരു ലക്ഷറി ഫീലുള്ളൊരു പ്ലേറ്റാണ് കേട്ടോ അത്. പിന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ 6 കപ്പ് കേട്ടോ. ഇതും നല്ല ഓഫറിലുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ പിന്നെ പാത്രങ്ങളായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ അന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് വന്ന കാരണം കുറച്ച് സാലഡും പിന്നെ സ്ട്രോബെറി ജ്യൂസ് അടിച്ചും ചെയ്തിക്കണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരമാണ്. ഇനിയിപ്പോൾ റമദാനിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ കുരുമുളകും അതുപോലെ ഗരം മസാലയും വലിയ ജീരകവും അതുപോലെ ഏലക്കായും കൂടി ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചതാണ്. ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ബൗളിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഏലക്കായ ഇതുപോലെ പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി നമുക്ക് കളയുകയും ചെയ്യുക, ബാക്കിയുള്ളത് അങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുകയും ചെയ്യുക. പിന്നെ റമദാനിന് വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. നമ്മൾ എന്തായാലും പകൽ മൊത്തത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ടയേർഡായിട്ടാവും ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് പണി തീർത്തിട്ട് ഒന്ന് ഇരിക്കണം എന്നാണ് എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് ഇപ്പോൾ വെളുത്തുള്ളി ആണെങ്കിലും ചെറിയുള്ളി ആണെങ്കിലും തേങ്ങയും ഒക്കെ ഫ്രിഡ്ജിൽ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു യൂസ്ഫുൾ തന്നെയാണ്. അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജിയിൽ തന്നെ ആവുമല്ലോ. അതുപോലല്ല നമ്മൾ റമദാൻ മാസത്തിൽ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്ത് വെക്കുന്നത് ആ ഒരു ടൈമിൽ നല്ല യൂസ്ഫുൾ തന്നെയാണ്. എന്തായാലും ഫുഡൊന്നും കഴിക്കാതെ കുറച്ച് ക്ഷീണത്തിലും കാര്യത്തിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ചെയ്ത് വെക്കുക എന്നുള്ളത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ പൊടിച്ച് വെക്കാനുള്ളതൊക്കെ ഏകദേശം റെഡിയായി. കുരുമുളക്, ഗരം മസാല, വലിയ ജീരകം, ഏലക്കായ, ഉണക്കമുളകാണ് കേട്ടോ ഞാൻ പൊടിച്ച് വെച്ചത്. ഇനിയിപ്പോൾ കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ആദ്യം തന്നെ നെയ്യൊന്ന് ഒഴിച്ച് വെച്ചിങ്ങനെ, പിന്നെ വെളിച്ചെണ്ണ, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, റവ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്യട്ടെ. അങ്ങനെ ബോട്ടിൽ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത് വെക്കുന്ന ഒരു 3 കാര്യങ്ങളാണ് കേട്ടോ ഇത്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നുള്ള ക്ലീനാക്കി വെക്കുക എന്നുള്ളത്. ഞാൻ അതിങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് വെക്കലില്ല, അതിനോട് എനിക്ക് താല്പര്യമല്ല. ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കഴുകിയിട്ട് അങ്ങനെ വെക്കും, പെട്ടെന്ന് തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാമല്ലോ. പിന്നെ വലിയുള്ളി അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വെക്കലില്ല, അത് ഫ്രിഡ്ജിൽ വെച്ചാലും ഭയങ്കരമായിട്ട് സ്മെല്ലുള്ള പോലെ തോന്നലുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യലില്ല. ഈ ഒരു 3 കാര്യങ്ങൾ എന്തായാലും ചെയ്യും കേട്ടോ. പിന്നെ ചെയ്യാറുള്ളത് തേങ്ങ ചിരകി വെക്കുക എന്നുള്ളതാണ്.
അതും ഇതുപോലെ ഞാനൊരു 3 എണ്ണം ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ മിക്സിയിൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് അങ്ങനെ വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ റമദാൻ പ്രിപ്പറേഷൻസ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.